കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് വിപ്ലവം പ്രസംഗിക്കുന്ന നാട്ടിൽ ഇല്ലാത്ത IT സേവനത്തിന്റെ പേരിൽ മാസം തോറും ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വീഴുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതെ, കോടികളുടെ ആ മാസപ്പടി പുരാണത്തിൽ ഒടുവിൽ ED പണി തുടങ്ങിക്കഴിഞ്ഞു. ഇത്രയും കാലം ഉയർന്നു കേട്ട ആരോപണങ്ങളെല്ലാം വെറും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചവരുടെ വായടപ്പിക്കാൻ നോക്കിയവർക്ക് നേരെ ED കൃത്യമായി പൂട്ടിട്ടിരിക്കുകയാണ്. ഈ കേട്ട ആരോപണങ്ങളെല്ലാം വെറും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കി കൈ കഴുകിയവർക്ക് ഇനി രക്ഷയില്ല. കാരണം വെറുമൊരു ചോദ്യം ചെയ്യലല്ല ഇത്, കൃത്യമായ തെളിവുകളുടെ ഒരു നിര തന്നെ ED ഇത്തവണ നിരത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കളിമാറുന്ന കാഴ്ചകൾക്കാണ്. എന്താണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? EDയുടെ കൈവശമുള്ള ആ ബ്രഹ്മാസ്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ ചതുരംഗക്കളത്തിൽ ഇനി എന്തൊക്കെ വിചിത്ര ന്യായീകരണങ്ങളാണ് കേൾക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ഒടുവിൽ ED നേരിട്ട് സമൻസ് അയച്ചു കഴിഞ്ഞു. വരും വെള്ളിയാഴ്ച, അതായത് 12-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ഹാജരാകാനാണ് നോട്ടീസ്. വെറുമൊരു ചായ കുടിക്കാൻ വിളിച്ചതല്ല ഇത്. CMRLലെ 8 ഉന്നത ഉദ്യോഗസ്ഥരെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് EDയുടെ പ്ലാൻ. തെളിവുകളുടെ ഒരു വലിയ മല തന്നെ കൈവശമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ED ഇത്തവണ കളം നിറയ്ക്കുന്നത്. അധികാര കസേര കൈവിട്ടു പോയതിനു പിന്നാലെ മുൻ ഭരണകേന്ദ്രങ്ങളുടെ മുകളിലേക്ക് ഈ കള്ളപ്പണ കേസിന്റെ കുരുക്ക് മുറുകുമ്പോൾ ഇത്രയും കാലം ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിയവർ ഇനി എന്ത് വിചിത്ര ന്യായവാദങ്ങളുമായി വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. EDയുടെ ഈ അതിവേഗ നീക്കങ്ങൾക്ക് പിന്നിൽ കൊച്ചിയിലെ കമ്പനികാരി കോടതിയിൽ നിന്ന് ലഭിച്ച സുപ്രധാനമായ ഒരു പച്ചക്കൊടിയുണ്ട്. രേഖകൾ കൈമാറുന്നത് തടയാൻ CMRL കമ്പനി കോടതിയിൽ പരമാവധി നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ അതീവ രഹസ്യരേഖകൾ EDക്ക് കൈമാറാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. 1-2 പേജ് അല്ല സുഹൃത്തുക്കളെ, 54 വാല്യങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്ന 134 നിർണായക രേഖകളാണ് ഇതോടെ EDയുടെ കൈകളിലേക്ക് എത്തുന്നത്. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീണ വിജയന്റെ IT റിട്ടേൺസ് എന്നിവയെല്ലാം ഈ രേഖകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. CMRL കമ്പനി ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപ് തന്നെ പഴുതടച്ച തെളിവുകളോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനാണ് ED ലക്ഷ്യമിടുന്നത്. ഇതിനായി ED ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ട് കൊച്ചിയിലെത്തി ഉന്നതതല അവലോകന യോഗം ചേരുകയും തുടർ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനി CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് IT മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകിയെന്നും അതിനുള്ള പ്രതിഫലമാണ് കൈപ്പറ്റിയതെന്നുമാണ് തുടക്കം മുതൽ പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദം. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെയും ആദായ നികുതി വകുപ്പിന്റെയും കണ്ടെത്തലുകൾ ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. എക്സാലോജിക് കമ്പനി CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്നും ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് വീണ വിജയൻ 2.70 കോടി രൂപ കൈപ്പറ്റിയതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേരളത്തിൽ എത്രയോ സ്റ്റാർട്ടപ്പുകളും IT കമ്പനികളും കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത എന്ത് പ്രത്യേക പരിഗണനയാണ്, എന്ത് അതിമാനുഷികമായ IT കൺസൾട്ടൻസിയാണ് എക്സാലോജിക് ഈ കമ്പനിക്ക് നൽകിയത്? ഒരു സേവനവും നൽകാതെ മാസാമാസം ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ അത് വെറും ബിസിനസ് ബന്ധമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ? കേവലം ഒരു IT കമ്പനിയും ബിസിനസ് സ്ഥാപനവും തമ്മിലുള്ള സുതാര്യമായ ഇടപാടല്ല ഇത്. CMRL എന്ന ഒറ്റ കമ്പനി മാത്രം വിവിധ വഴിവിട്ട ഇടപാടുകളിലൂടെ 182 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയത്. കേവലം ചോദ്യം ചെയ്യലിൽ മാത്രം ഒതുങ്ങുന്നതല്ല EDയുടെ നിലവിലെ നടപടികൾ. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കാൻ ED ഉപയോഗിക്കുന്ന സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകളിലായി മരവിച്ചിരുന്ന 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ പൂർണ്ണമായും കണ്ടുകെട്ടാനുള്ള നീക്കത്തിലാണ് ED. ഇതിനായി വരും ദിവസങ്ങളിൽ ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് സമർപ്പിക്കും. ഏറ്റവും വലിയ തിരിച്ചടി എന്നാൽ ഇത്തരത്തിൽ മരവിപ്പിക്കപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്ന് വീണയുടേതാണ് എന്നതാണ്. വീണയുടെ
HDFC ബാങ്കിലെ അക്കൗണ്ടിലുള്ള തുകയും ഇതോടെ കണ്ടുകിട്ടപ്പെടും. ഇതിനു പുറമെ വെള്ളിയാഴ്ച നടക്കുന്ന ചോദ്യം ചെയ്യലിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കറുകൾ നേരിട്ട് പരിശോധിക്കാനും ED തീരുമാനിച്ചിട്ടുണ്ട്. റെയ്ഡുകളിലൂടെ പിടിച്ചെടുത്ത ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ED വിശദമായി വിലയിരുത്തി വരികയാണ്. ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് രേഖകളുടെയും ഒരു വലിയ മല തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാവും ED വീണയെ ചോദ്യം ചെയ്യുക. മാസപ്പടി വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന നേതൃത്വവും ഇതിനെ പ്രതിരോധിച്ചത് ഒരേ ഒരു ക്യാപ്സ്യൂൾ ന്യായീകരണം ഉപയോഗിച്ചായിരുന്നു. കേന്ദ്രത്തിലെ BJP സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തി സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതെന്നുമായിരുന്നു പാർട്ടി ലൈൻ. രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ നിയമപരമായി നടത്തിയ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെയാണ് വിവാദമാക്കുന്നതെന്നും അവർ വാദിച്ചു. മുൻപ് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ തന്റെ മകളെ പരസ്യമായി പിന്തുണച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അഴിമതിക്കെതിരെയും സുതാര്യതയ്ക്കെതിരെയും വാതോരാതെ സംസാരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വന്തം നേതാവിന്റെ കുടുംബം ഇത്തരം ഗുരുതരമായ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളിൽ നേരിട്ട് ഉൾപ്പെടുമ്പോൾ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? എന്നാൽ ഭരണം മാറുകയും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെ ഈ രാഷ്ട്രീയ ന്യായീകരണങ്ങളുടെ മൂർച്ച പൂർണ്ണമായും കുറയുകയാണ്. കാരണം വെറുമൊരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറം കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കടുത്ത നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോഴും പ്രതിഭാഗം ഇതേ രാഷ്ട്രീയ ഗൂഢാലോചന വാദം തന്നെ വീണ്ടും ഉയർത്തിപ്പിടിക്കാനാണ് സാധ്യത. എന്നാൽ ഡിജിറ്റൽ തെളിവുകളും കൃത്യമായ ബാങ്ക് ഇടപാടുകളും മുന്നിൽ വെച്ചുള്ള EDയുടെ ചോദ്യം ചെയ്യലിനെ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾ കൊണ്ട് നേരിടാൻ വീണ വിജയന് സാധിക്കില്ല. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഈ കേസിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഓരോ നീക്കവും അതീവ നിർണായകമായിരിക്കും. ഈ കേസിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു വശം കേവലം എക്സാലോജിക് എന്ന കമ്പനിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ EDയുടെ നീക്കങ്ങൾ എന്നതാണ്. മുൻപ് സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് ഉയർന്നു വന്നപ്പോഴും പിണറായി വിജയന്റെ ഓഫീസിലെ ഉന്നതർ പ്രതിക്കൂട്ടിലായിരുന്നു. ഇപ്പോൾ മാസപ്പടി കേസിൽ CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ ലിസ്റ്റിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരു സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകാൻ മുൻ ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ED പരിശോധിച്ചാൽ അത് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ അന്വേഷണം നീളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം. ചതുരംഗക്കളത്തിൽ രാജാവിനെ വെട്ടാൻ മന്ത്രിയെ തന്നെ ഇറക്കുന്നത് പോലെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. അധികാരത്തിന്റെ തണൽ നഷ്ടപ്പെട്ടതോടെ ഇത്രയും കാലം സുരക്ഷിതമെന്ന് കരുതിയ കോട്ടകളെല്ലാം ഒന്നൊന്നായി തകരുകയാണ്. 12-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിന്റെ പടവുകൾ കയറി വീണ വിജയൻ എത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകാം. പഴുതടച്ച തെളിവുകളുമായി നിൽക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വെറും രാഷ്ട്രീയ പ്രസ്താവനകൾ കൊണ്ട് പ്രതിരോധം തീർക്കാൻ വീണയ്ക്ക് കഴിയില്ല എന്ന് വ്യക്തം. ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളെയും ജനങ്ങളെയും അധിക്ഷേപിച്ചും രാഷ്ട്രീയ പകപോക്കൽ എന്ന ഒരൊറ്റ ക്യാപ്സ്യൂൾ കൊണ്ട് ഈ കൊള്ളയെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ച മുൻ ഭരണാധികാരികളുടെ ധാർഷ്ട്യത്തിനാണ് ഇപ്പോൾ നിയമം വഴി തിരിച്ചടി നൽകിയിരിക്കുന്നത്. വിയർപ്പൊഴുക്കി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാതെ അലയുമ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഒരൊറ്റ യോഗ്യതയുടെ പുറത്ത് കൺസൾട്ടൻസി ഫീസായി കോടികൾ വാങ്ങിക്കൂട്ടിയതിനെ ഏത് വിപ്ലവ സിദ്ധാന്തം വെച്ചാണ് ഇവർ ന്യായീകരിക്കുക? അധികാരത്തിന്റെ തണലിൽ എന്തും മൂടി വെക്കാമെന്ന അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ എന്തുണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.